ആവിയിൽ വേവിച്ച് നമുക്ക് ബേക്കറിയിൽ നിന്നൊക്കെ കിട്ടുന്ന ലഡ്ഡു ഉണ്ടാക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? വളരെ സിമ്പിളായിട്ട് നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. ബൂന്തിയൊന്നും ഉണ്ടാക്കി കഷ്ടപ്പെടേണ്ട ആവശ്യമേ ഇല്ല. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് ഒരു അരിപ്പയിലൂടെ കടലപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1.5 കപ്പ് കടലപ്പൊടി എടുത്തിട്ടുണ്ട്. ഇത് അരിച്ച് തന്നെ ചേർത്തെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇതിലേക്ക് 1/4 ടീസ്പൂണിൻ്റെ അടുത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ട്. മുഴുവനായിട്ട് എടുത്തിട്ടില്ല. 1/4 ടീസ്പൂണിൽ ഏകദേശം 1/4 ഭാഗത്തോളം ഉപ്പുണ്ട്. ഇതിനി അരിച്ചൊന്ന് ഇട്ട് കൊടുക്കാം. അരിച്ച് ചേർത്ത് കൊടുക്കുന്നത് കടലപ്പൊടിയിൽ കട്ടകൾ ഉണ്ടാകും. ആ കട്ടകളൊക്കെ ഉടഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ അരിച്ച് തന്നെ ചേർത്തെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇനി ഇതിലേക്ക് വെള്ളം കുറച്ച് കുറച്ചായി ചേർത്ത് നമുക്കിത് കുഴച്ചെടുക്കാം. ആദ്യമേ ഞാൻ വെള്ളം ഒഴിക്കുന്ന ആ ഒരു വീഡിയോ ക്ലിപ്പ് മിസ്സായിട്ടുണ്ട്. അതുകൊണ്ടാണ് വെള്ളം കുറച്ച് ചേർത്തതിന് ശേഷമുള്ള വീഡിയോ ക്ലിപ്പ് മുതൽ കാണാൻ പറ്റുന്നത്. 1/4 ഭാഗത്തോളം വെള്ളം ഞാനിപ്പോൾ ഇവിടെ ആദ്യം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 1 കപ്പ് വെള്ളമാണ് എടുത്തത്. അത് ഇതുപോലെ കുറച്ച് കുറച്ചായി ചേർത്ത് കൊടുക്കാം. സാധാരണ വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ 1 കപ്പ് വെള്ളം എടുത്തതിൽ ഏകദേശം 1 ടീസ്പൂണോളൊക്കെ വെള്ളം മാത്രമേ ബാക്കിയായിട്ട് വന്നിട്ടുള്ളൂ. ബാക്കി മുഴുവനും തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതുപോലത്തെ കൂട്ടാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇത്ര വെള്ളം മാത്രമേ ബാക്കിയായിട്ട് വന്നിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ വെള്ളം കുറച്ച് കുറച്ചായി ചേർത്ത് കൊടുക്കുക. ഇതുപോലെ കൂട്ടൊന്ന് റെഡിയായി വന്നതിന് ശേഷം ഒരു 2 മിനിറ്റ് നേരം നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മളുടെ കൂട്ട് നല്ല ലൈറ്റായിട്ട് വരാൻ വേണ്ടിയിട്ട് സഹായിക്കും. അപ്പോൾ ഈ ഒരു രീതിക്ക് ഞാനിവിടെ നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളുടെ കൂട്ടിൻ്റെ കൺസിസ്റ്റൻസി ഈ ഒരു പാകത്തിനാണ് വേണ്ടത്. ഒരുപാട് ലൂസ് ആകരുത്. ഇനി ഇത് ആവിയിൽ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഏത് പാത്രമാണോ എടുക്കുന്നത് ആ ഒരു പാത്രം നല്ലപോലെ തന്നെ എണ്ണ തടവി എടുക്കുക. ഇതുപോലത്തെ കുഞ്ഞു പാത്രമൊന്നുമില്ല, നിങ്ങൾക്ക് പ്ലേറ്റിൽ വേണമെങ്കിലും തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം സ്റ്റീമറിൽ വെച്ച് ആവി കയറ്റി എടുക്കാനാണ് പോകുന്നത്. മീഡിയം ഫ്ലെയിമിൽ വെച്ച് 10 മുതൽ 12 മിനിറ്റ് നേരത്തേക്ക് നല്ല പോലെ തന്നെ ആവി കയറ്റി എടുക്കാം. ഇപ്പോൾ ഏകദേശം 12 മിനിറ്റ് ആയിട്ടുണ്ട്. നോക്കൂ, നന്നായിട്ട് തന്നെ വെന്തൊക്കെ വന്നിട്ടുണ്ട്. ഇതിൻ്റെ ചൂടാറാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ചൂട് നല്ലപോലെ ആറി വന്നതിന് ശേഷം ഇത് ഈ ഒരു പാത്രത്തിൽ നിന്ന് മാറ്റിയെടുക്കാം. എണ്ണയാക്കിയതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് നമുക്ക് ഡീമോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അതിനുശേഷം ഇത് ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ കുഞ്ഞു കുഞ്ഞു ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഒരുപാട് ചെറുതാക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു വലുപ്പത്തിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതേപോലെ തന്നെ ബാക്കിയുള്ളതും എല്ലാം കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതൊന്ന് മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുത്ത് പൾസ് മോഡിൽ ഈ ഒരു രീതിക്ക് പൊടിച്ചെടുക്കുകയാണ് വേണ്ടത്. ഒരുപാട് പൊടിഞ്ഞു പോകരുത്. ഈ ഒരു രീതിക്ക് വേണം പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു രീതിക്ക് എല്ലാം തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നമ്മൾ ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കടലപ്പൊടിയുടെ കൂട്ട് നമ്മൾ ഒന്ന് നെയ്യിൽ മൂപ്പിച്ചെടുക്കാനാണ് പോകുന്നത്. ഇതുപോലെ ചെയ്തെടുക്കുന്നത് നമ്മളുടെ ലഡ്ഡുവിൻ്റെ ഷെൽഫ് ലൈഫ് കൂട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത് സ്റ്റീം ചെയ്തെടുക്കുന്നത് കൊണ്ട് തന്നെ ഇതിൽ എന്തായാലും വെള്ളത്തിൻ്റെ പറ്റൊക്കെ കാണും. അപ്പോൾ ഇതുപോലെ ഒന്ന് വറുത്തെടുത്ത് വരുമ്പോഴേക്കും ആ ഒരു വെള്ളപ്പറ്റൊക്കെ നന്നായിട്ട് മാറി വരും. അതുപോലെ തന്നെ നമ്മളുടെ ലഡ്ഡുവിന് നല്ല ഷെൽഫ് ലൈഫും കിട്ടും. അപ്പോൾ ഈ ഒരു രീതിക്ക് നന്നായിട്ട് തന്നെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് ഒലന്ന് വരും. ആ ഒരു പാകത്തിന് റെഡിയാക്കി എടുത്താൽ മതി. ഇനി ഇതിനായിട്ടുള്ള പഞ്ചസാര പാനി തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് പാനിലേക്ക് 1/4 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് മധുരം കുറവ് വേണമെന്നുണ്ടെങ്കിൽ 1 കപ്പ് ചേർത്താലും മതിയാകും. ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. അതിനുശേഷം പഞ്ചസാര പാനിയാക്കാൻ വേണ്ടി വയ്ക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഇളക്കി കൊടുത്ത് പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽട്ടായിട്ട് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്ത പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിഞ്ഞ് ചേർന്ന് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു കളറിനായിട്ട് ഓർഗാനിക് ഫുഡ് കളറും കൂടെ ചേർത്തിട്ടുണ്ട്. യെല്ലോ കളറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ചേർത്ത് കൊടുക്കണമെന്ന് ഒരു നിർബന്ധമില്ല. ഇത് കാണാൻ ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രം ചേർത്ത് കൊടുത്തതാണ്. ഒരു 2 മിനിറ്റ് നേരത്തേക്ക് ഈ ഒരു പഞ്ചസാര പാനി നല്ലപോലെ ചൂടാക്കി എടുക്കാം. ഇതിൻ്റെ പാകം എന്ന് പറഞ്ഞാൽ ഒറ്റനൂൽ പാകത്തിന് എത്തുന്നതിന് തൊട്ട് മുന്നേയുള്ള പാകത്തിലാണ് നമ്മളിത് എടുക്കേണ്ടത്. നൂൽപ്പരുവം ആവേണ്ട ആവശ്യമില്ല. അതിന് തൊട്ട് മുന്നേ നല്ല പോലെ തന്നെ ഇങ്ങനെ തൊടുമ്പോൾ പറ്റുന്ന രീതിക്കായിരിക്കും ഉണ്ടാകുക. ഒരു തേനൊക്കെ തൊടുന്ന ആ ഒരു ഫീലാണ് നമുക്ക് കിട്ടുക. ഇതിലേക്ക് ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കടലപ്പൊടിയുടെ ആ ഒരു കൂട്ടും കൂടി ഇട്ട് കൊടുക്കാം. മുഴുവനായിട്ടും തന്നെ ചേർത്ത് കൊടുത്ത് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഫ്ലെയിം മീഡിയം ടു ഹൈയിൽ വെച്ച് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് സമയം കഴിയുമ്പോഴേക്കും ഇതാ ഒരു പഞ്ചസാര പാനിയൊക്കെ നന്നായിട്ട് അബ്സോർബ് ചെയ്ത് കട്ടിയായിട്ട് വരാൻ വേണ്ടി തുടങ്ങും. ഈ ഒരു പാകത്തിന് കട്ടിയായി വരുന്നത് വരെ വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് അങ്ങോട്ടേക്ക് മാറ്റി വയ്ക്കാം. ഇതിലേക്ക് കുറച്ച് നെയ്യിൽ മൂപ്പിച്ചെടുത്തിരിക്കുന്ന അണ്ടിപ്പരിപ്പും കിസ്മിസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഇഷ്ടാനുസരണം ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് ഇതിൻ്റെ ചൂട് നല്ലപോലെ ആറി വരാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ചൂട് നല്ലപോലെ ആറി വന്നതിന് ശേഷം നമുക്കിത് ഉരുട്ടിയെടുക്കാവുന്നതാണ്. നമ്മൾ സാധാരണ ബൂന്തി ലഡ്ഡു ഉണ്ടാക്കുമ്പോൾ ചൂട് ഒരുപാട് ആറി വരുന്നതിന് മുന്നേ വേണം നമ്മളിത് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഉരുട്ടിയെടുക്കാനും നല്ല ബുദ്ധിമുട്ടുണ്ടാകും.
ഇതിന് ആ ഒരു പ്രശ്നമൊന്നും കാണില്ല. നമുക്ക് ഈസി ആയിട്ട് ഉരുട്ടിയെടുക്കാനൊക്കെ പറ്റും. നോക്കൂ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ആവിയിൽ വെച്ചാണ് തയ്യാറാക്കിയെടുത്തതെങ്കിലും ഇതിൽ ടേസ്റ്റിനൊന്നും ഒരു കുറവൊന്നും ഉണ്ടാകില്ല. ഫ്രിഡ്ജിൽ വെച്ച് സ്റ്റോർ ചെയ്യുന്നതാകും നല്ലത്. അപ്പോൾ ദാ എണ്ണയിലൊന്നും മുക്കിപ്പൊരിക്കാതെ ബൂന്തിയൊന്നും ഉണ്ടാക്കി കഷ്ടപ്പെടാതെ ആവിയിലും നമുക്ക് നല്ലൊരു ലഡ്ഡു തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്ത് ഫീഡ്ബാക്സ് ഒക്കെ പറയാൻ വേണ്ടി മറക്കരുത്. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി കാണാം.